ഇതാണ് ബോട്ട്. അവന്റെ അവന്റെ അല്ല, എന്റെ തന്നെയാണ്. പക്ഷെ പേരെങ്ങനെ, അവന്റെ 950 ബ്ലൂടൂത്ത് സ്പീക്കർ അല്ല, സൗണ്ട് ബാർ ആണ്, കണ്ടറിയാം. ആൻഡ് ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ സൗണ്ട് ക്വാളിറ്റി നല്ലതാണ്. ഓക്കെ, ഫോർ ദ പ്രൈസ് നല്ലതാണ്. ആൻഡ് രണ്ട് ഇതുണ്ട്, ഇവിടെ ആയിട്ട്. അപ്പം സറൗണ്ട് ഒന്നും ഇല്ല, ആ ഒരു രണ്ട് സൈഡിൽ നിന്നുള്ളൊരു ഇത് കിട്ടും നിങ്ങൾക്ക്. ആൻഡ് അതുപോലെ തന്നെ ഒരു TWS ഫീച്ചർ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരെണ്ണം കൂടെ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടെണ്ണം കൂടെ പെയർ ചെയ്തിട്ട് രണ്ട് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ സറൗണ്ട് കിട്ടത്തില്ല, എന്നാലും കുറച്ചും കൂടെ എഫക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് പോർട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ടൈപ്പ് സി പോർട്ടുണ്ട്, USB പോർട്ടുണ്ട്, TF കാർഡ്സ് പോർട്ടുണ്ട്, ഓക്സ്. ടൈപ്പ് സി എന്തിനുള്ള ചാർജ് ചെയ്യാനാണ്. ആൻഡ് ചാർജിങ് സ്പീഡ് പറയുമ്പോൾ ഇതിന്റെ ബാറ്ററി കംപ്ലൈൻറ്റാ. What? Bro, what are you talking about, man? അതെ, എത്ര കുത്തിയിട്ടും ചാർജ് ആവുന്നില്ല, 10% തന്നെ നിൽക്കുക. അവസാനം ഞാൻ വിളിച്ച് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തപ്പോൾ ആണ് അറിയുന്നത് സാധനം കംപ്ലൈൻ്റ് ആണ്. ഇത് കംപ്ലൈൻ്റ് ആണ്. ആദ്യമായിട്ടാണ് കുത്തി നോക്കിയത് മേടിച്ചിട്ട്. അപ്പം അറിഞ്ഞ് കംപ്ലൈൻ്റ് ആണ്, അപ്പം മാറ്റിത്തരും എന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ മാറ്റിത്തരൽ റീപ്ലേസ്മെൻറ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവർ വന്ന് കളക്ട് ചെയ്യും. കളക്ട് ചെയ്യാൻ 2 ദിവസം എടുക്കും, ബ്ലൂ ഡാട്ട് വെച്ച്. എന്നിട്ട് കളക്ട് ചെയ്തുകൊണ്ട് പോയിട്ട് സാധനം അപ്പോൾ കിട്ടൂല പുതിയത്. പോയിട്ട് അവരവരുടെ ഫെസിലിറ്റി കൊണ്ടുപോയിട്ട് സാധനം ചെക്കിയിട്ട് റിപ്പയർ ആണോ അതോ റീപ്ലേസ്മെൻ്റ് ആണോ നോക്കും. ഓക്കെ, എന്നിട്ട് റീപ്ലേസ്മെൻ്റ് ആണെങ്കിൽ പുതിയ റിപ്പയർ ആണെങ്കിൽ ഈ സാധനം തന്നെ ശരിയാക്കി തരും. അത് തിരിച്ചു കിട്ടാൻ 10 to 14 ദിവസം എടുക്കും. അതാണ് പ്രശ്നം. ഇതൊരു വലിയ പ്രശ്നമാണ്. പക്ഷെ വേറെ വഴിയില്ല, സാധനം വർക്ക് ചെയ്യുന്നില്ല. സോ സ്പീക്കർ നല്ലതാണ്. ബാറ്ററി ഈ ഒരു പീസിന്റെ പ്രശ്നമായിരിക്കും ഡിഫക്റ്റീവ് ആയത്. അതുകൊണ്ട് നിങ്ങൾ ഫുൾ സ്പീക്കർ അങ്ങനെയാണെന്ന് വിചാരിക്കണ്ട. അപ്പം അത്രയൊക്കെ ഉള്ളൂ. പുതിയ വീഡിയോ കാണാം. ലൈറ്റ് കത്തും. പിന്നെ ഈ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഇതൊരു പ്രശ്നം.